ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലെല്ലാം വേസ്റ്റ് മാനേജ്മെൻറ്റ് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നല്ലോ. പണ്ടങ്ങനെ ആയിരുന്നു, പക്ഷെ ഇപ്പോഴുണ്ടല്ലോ അതൊരു പ്രശ്നമേ അല്ല. കാരണം നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് തന്നെ ഒരു ബൊക്കാഷി ബക്കറ്റ് കിട്ടുന്നുണ്ട്. ബൊക്കാഷി ബക്കറ്റ് 2 എണ്ണം വീതം നമ്മൾക്ക് ഡീകമ്പോസ്റ്റ് ചെയ്യാനായിട്ട് തരുന്നുണ്ട്. ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ, എൻ്റെ അനുഭവത്തിലുള്ള അറിവുകളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകട്ടെ എന്ന് കരുതിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ആദ്യം ബൊക്കാഷി ബക്കറ്റ് ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് ബൊക്കാഷി ബക്കറ്റ്. ഇതിനകത്തൊരു ട്രേ ഉണ്ടാകും. ആ ട്രേയിൽ നിറയെ ഹോൾസ് ഉള്ളതുണ്ടാവും. അതായത് അത് നമ്മൾ വേസ്റ്റ് ഇടുന്ന സമയത്ത് അതിലൂടെ സ്ലറി താഴത്തോട്ട് ഇറങ്ങി നമുക്കൊരു ടാപ്പ് ഉണ്ടാവും. ആ ടാപ്പിലൂടെ സ്ലറി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ട്രേ വെച്ചിട്ടുണ്ടാവും. ആ ട്രേയുടെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇട്ട് കൊടുക്കാനുണ്ട്. ഈ വെജിറ്റബിൾ വേസ്റ്റൊക്കെ, കിച്ചൺ വേസ്റ്റ് ഉണ്ടല്ലോ, അതെല്ലാം എങ്ങനെയാണ് ഡീകമ്പോസ്റ്റ് ആവുന്നത് എന്നുള്ളതിൻ്റെ പ്രോസസ്സാണ് അതിൽ കാണിക്കുന്നത്. ഈ ട്രേ ഇങ്ങനെ വെക്കുന്നുണ്ടല്ലോ, അതിൻ്റെ മീതെയാണ് നമ്മൾ വെജിറ്റബിൾസൊക്കെ വേസ്റ്റ് എല്ലാം ഇട്ടിട്ട് നമ്മൾ ഈ പ്രസ്സർ കൊണ്ട് പ്രസ് ചെയ്തിട്ടാണ് ഈ പ്രോസസ്സ് ചെയ്യുന്നത്. ഇത് പ്രസ്സറാണ് ഈ കാണുന്നത്. നമ്മൾ വേസ്റ്റ് ഇട്ട് കൊടുത്ത ശേഷം ഇത് വെച്ച് പ്രസ് ചെയ്തിട്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. ഈ പ്രോസസ്സ് ഇതിൽ കാണിച്ചു തരുന്നുണ്ട്. ഇതാണ് ബൊക്കാഷി മിക്സ്ചർ. ഈ പൗഡർ ഇട്ടിട്ടാണ് കമ്പോസ്റ്റ് നമുക്ക് ആക്കി കിട്ടുന്നത്. ഇതെല്ലാം ഒരുമിച്ച് കിട്ടുന്നതാണ്. ഇതിന് വേണ്ടി ഇടുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ശർക്കര വേണം, ഒരു 4-5 ശർക്കര ഇടണം, അല്ലെങ്കിൽ ശർക്കര പൊടിയാണ് ഞാനിവിടെ ഇടുന്നത്. പിന്നെ വേണ്ടത് കുറച്ച് ന്യൂസ് പേപ്പറിൻ്റെ വേസ്റ്റ് വേണം. എങ്ങനെയാണ് ഇടുന്നതെന്ന് കണ്ടോളൂ. ഫസ്റ്റ് ഇതിൻ്റെ ട്രേയുടെ അടിഭാഗമാണ് ഇങ്ങനെ ഇരിക്കുന്നത്, ബക്കറ്റിൻ്റെ അടിഭാഗം. അതിൽ നമ്മൾ കുറച്ച് ശർക്കര ഇടുന്നു. ശർക്കര ഇട്ട ശേഷം ഈ പ്രോസസ്സ് ആകുന്നതിന് വേണ്ടിയിട്ടാണ് ശർക്കര ഇടുന്നത്. അതിനുശേഷം ഈ ട്രേ വയ്ക്കുന്നു. ട്രേ വെച്ച ശേഷം അതിൻ്റെ മീതെയാണ് നമ്മൾ കുറച്ച് ന്യൂസ് പേപ്പർ വേസ്റ്റ്, ഏത് പേപ്പറായാലും പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്തിട്ടിട്ട് അതിൻ്റെ മേലെ നമ്മൾ നിരത്തുന്നു. ഇത് കാർബണാണ്. ന്യൂസ് പേപ്പർ ഒരു കാർബണായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനാണല്ലോ നമുക്ക് കൂടുതലും ഈ കിച്ചൺ വേസ്റ്റൊക്കെ ഉപയോഗമാവുന്നത്. അപ്പോൾ ഈ പേപ്പർ ഇങ്ങനെ നിരത്തിയ ശേഷം അതിന് മീതെ നമ്മുടെ ബൊക്കാഷി മിക്സ്ചർ കുറച്ചിട്ട് കൊടുക്കേണ്ടി വരും. അതൊരു 2 സ്പൂണ് അല്ലെങ്കിൽ 3 സ്പൂൺ ഇട്ട് കൊടുക്കാം. നിറച്ച് വലിയ സ്പൂണാണെങ്കിൽ അതിനനുസരിച്ച് അളവിൽ കുറച്ചിട്ട് കൊടുക്കാം. ഇത് നമ്മുടെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളെല്ലാം ക്ലാസ് എടുത്ത് തരും. അങ്ങനെയാണ് നമ്മളത് പഠിച്ചത്. അപ്പോൾ അതിൽ എഴുതിയിട്ടും ഉണ്ടാകും അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ്. ഇങ്ങനെ പൗഡർ ഇട്ട ശേഷം നമ്മൾ വേസ്റ്റ് എല്ലാം, മുട്ടത്തോട്, പച്ചക്കറി വേസ്റ്റ് ആയാലും പഴങ്ങളുടെ വേസ്റ്റ് ആണെങ്കിലും നമ്മൾ ഒന്നിച്ചെടുത്ത് വെക്കുക. എന്നിട്ട് കുറേ ക്വാണ്ടിറ്റി ആവുന്ന സമയത്ത്, ഒരു ദിവസത്തെ ക്വാണ്ടിറ്റി ആവുന്ന സമയത്ത് നമ്മൾ ഇട്ട് കൊടുത്ത ശേഷം അതിന് മീതെയും കൂടെ കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കാനുണ്ട്. ആ പൗഡറിലൂടെയാണ് ഇത് ഡീകമ്പോസ്റ്റ് ആവുന്നത്. നമ്മൾ മണ്ണിൽ എവിടെയെങ്കിലും ഇടുന്ന സമയത്ത്, കുറച്ച് മഴ പെയ്യുന്ന സമയത്തെല്ലാം ബുദ്ധിമുട്ടാവും, സ്മെല്ലാകും. ഇതിപ്പോൾ സ്മെല്ലൊന്നുമില്ല. ഈ പൗഡർ ഇടുന്ന സമയത്ത് വലിയ സ്മെല്ലായിട്ടൊന്നുമില്ല. അപ്പം നമ്മുടെ പരിസരങ്ങളൊക്കെ വൃത്തിയായിരിക്കുകയും ചെയ്യും. ഇങ്ങനെ ഇത് പ്രസ് ചെയ്ത് കൊടുക്കുന്നതിലൂടെയാണ് അതിൻ്റെ ജ്യൂസ് താഴെ ഇറങ്ങും. നിറയെ വെജിറ്റബിൾസ് ആകുമ്പോഴാണ് നമ്മളിങ്ങനെ ഓരോ ദിവസവും ഇട്ട് കൊടുത്ത ശേഷം ഇത് പ്രസ് ചെയ്യുക. എന്നിട്ട് ടൈറ്റായിട്ട് അടച്ചു കൊടുക്കുക. ഇതിൽ വെള്ളമേ പാടില്ല. ഈർപ്പമില്ലാത്ത പച്ചക്കറികളാണ് നമ്മളിതിൽ ഇട്ട് കൊടുക്കേണ്ടത്. നമ്മൾ നല്ല ടൈറ്റിൽ അടച്ചിട്ട് ഒരു ദിവസത്തെ ജോലി കഴിഞ്ഞു. ഇതുപോലെ എല്ലാ ദിവസവും കിട്ടുന്ന വേസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇതേ പ്രോസസ്സ് ചെയ്യുക. ഇത് ആദ്യം ചെയ്യുന്ന പ്രോസസ്സാണ് ഇത്. ഇനി നമുക്കൊന്നും ചെയ്യാനില്ല. ഇത് ടാപ്പാണ്. ഈ കാണുന്നതാണ് ടാപ്പ്. ഈ ടാപ്പിലൂടെ നമുക്ക് സ്ലറി കിട്ടും. അത് ഞാൻ കാണിച്ചു തരാം. ആ സ്ലറി വരുന്നത് ഈ വെജിറ്റബിൾ ചീഞ്ഞ് പോകുന്ന സമയത്ത് അതിന് വരുന്ന ജ്യൂസായി വരുന്നതാണ് ഇതിലൂടെ കിട്ടുന്നത്. ഇതുപോലെ ഡെയിലി നമ്മൾ ചെയ്തിട്ടാണ് ഇങ്ങനെ വേസ്റ്റ്. ഇത് വേറെ ഒരു ബക്കറ്റാണ്. അതായത് 2 ബക്കറ്റ് അവർ തരുന്നുണ്ട്. അതിൽ ഒന്ന് ഫുള്ളായതാണ് ഈ കാണിച്ചു തരുന്നത്. ഇത് നമ്മൾ അതുപോലെ പ്രോസസ്സിൽ നമ്മൾ ചെയ്തതാണ് ഇത്. ഓരോ ദിവസവും വെജിറ്റബിൾ വേസ്റ്റ് ഇടുക, അതിൻ്റെ മേലെ പൗഡർ ഇട്ട് കൊടുക്കുക. അങ്ങനെ ലെയറായി ചെയ്യുക. എന്നതിന് ശേഷം ഈ സ്ലറി എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടാപ്പ് തുറക്കുന്ന സമയത്താണ്
ഇതിൽ വെജിറ്റബിൾസ് നിറയെ ആകുമ്പോഴാണ് ഈ സ്ലറി വരുള്ളൂ. ഇതിലൂടെ ടാപ്പ് ഇങ്ങനെ തുറക്കുന്ന സമയത്ത് സ്ലറി കിട്ടും. അത് ചിലപ്പോൾ പെട്ടെന്ന് അങ്ങനെ വരണമെന്നില്ല, കുറച്ചൊന്ന് ചരിച്ച് കൊടുക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും അതിനകത്തുള്ള സ്ലറി കിട്ടുന്നുണ്ടല്ലോ. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ml നമ്മളത് 1 ലിറ്റർ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് ചെടികൾക്കെല്ലാം സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിറയെ പൂക്കൾ കായ്ക്കാനും പൂക്കളുണ്ടാവാനും നല്ല ഗുണമുള്ളതാണ്. അതുപോലെ തന്നെ ഇതിന് വലിയ സ്മെല്ലൊന്നുമില്ല. അപ്പോൾ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഒരു കുപ്പിയിൽ 1 ലിറ്ററിൻ്റെ ഒരു കുപ്പി, ഒരു മിനറൽ വാട്ടറിൻ്റെ ഒരു കുപ്പിയിൽ നമുക്കത് ആക്കി വെക്കാൻ പറ്റും. അതിനുശേഷം അതിന് അടപ്പിൽ ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കുറച്ച് ഗ്യാസ് ഉള്ളതാണ്. അപ്പോൾ അത് ചിലപ്പോൾ അടപ്പ് തുറന്ന് തെറിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിന് അത്രയും വീര്യമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാസവളമൊന്നുമല്ല, ഇത് ജൈവവളത്തിൽപ്പെട്ടതാണ്. പക്ഷെ നമുക്ക് ചെടികളിൽ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ ഡയറക്റ്റായിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കരുത്, ചെടി ചീഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മളിതിൽ 5 ml 1 ലിറ്റർ വെള്ളത്തിൽ ആക്കി മിക്സ് ചെയ്ത് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ നമ്മൾ ബക്കറ്റിലുള്ള ഡ്രൈ വേസ്റ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ കുറച്ച് ദിവസം 15 ദിവസത്തേക്ക് ഇനി ഇതിൽ വേസ്റ്റ് ഇടാതിരിക്കണം. ഈ പഴയ ബക്കറ്റിൽ അത് നമ്മൾ അടച്ച് തന്നെ സൂക്ഷിക്കുക. ഈ 15 ദിവസം ഈ വേസ്റ്റ് അങ്ങനെ സൂക്ഷിച്ച ശേഷം ഇതിലൊരു ഫംഗസ് പോലെ വൈറ്റ് കളറിൽ അങ്ങനെ വരും, ഫംഗസ് വരും. അതങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ അത് കുറേ ദിവസം കഴിഞ്ഞ് അത് ചീഞ്ഞിട്ട് അത് വളമാവാനുള്ളതിനാണ്. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യണം പറഞ്ഞാൽ, ഈ വേസ്റ്റ് ഇനി നമ്മൾ ഇത് ഡ്രൈ കമ്പോസ്റ്റ് ആക്കി എടുക്കാനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് മണ്ണുമായിട്ട് ലയിച്ച് കഴിയുമ്പോൾ ഇത് ചീഞ്ഞ് പോവും, ഈ പച്ചക്കറിയൊക്കെ. അപ്പം നമ്മൾ ഇതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കമ്പോസ്റ്റ് ഇടുന്ന സമയത്താണ് നമുക്ക് കുറച്ചുകൂടി വേഗം കമ്പോസ്റ്റ് ആവാനുള്ള വേഗത ഉണ്ട് ഇതിന്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേഗത്തിൽ അതായി കിട്ടും. അപ്പം നമ്മൾ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മണ്ണിലിടണം. ഈ പച്ചക്കറിയുടെ ഈ വേസ്റ്റ് ഇതെല്ലാം കൂടി, ഈ ബക്കറ്റിലുള്ള ഈ വേസ്റ്റ് നമ്മൾ ഈ സ്ലറി എടുത്ത ശേഷം ഒരു മണ്ണിൽ കുഴി വെട്ടിയിട്ട് ഇട്ടിട്ട് മണ്ണിട്ട് മൂടാം. അല്ലെങ്കിൽ ചകിരിച്ചോറ് ഉപയോഗിച്ച് നമ്മൾ കരിയില വേസ്റ്റൊക്കെ ഉണ്ടാക്കണ പോലെ കരിയിലകളൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാറുണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എന്താ വെച്ചാൽ ഒരു ബക്കറ്റിൽ, ഏതെങ്കിലും പഴയ ബക്കറ്റിൽ, കുറച്ച് ഹോൾസൊക്കെ ഉള്ള ബക്കറ്റിൽ ഇതിങ്ങനെ ഇട്ട് കൊടുത്ത് ചകിരിച്ചോറും ഈ വേസ്റ്റും, പിന്നെ ചകിരിച്ചോറും വേസ്റ്റും അങ്ങനെ ലെയറായി ഇട്ടിട്ട് നമുക്ക് അങ്ങനെയും കമ്പോസ്റ്റാക്കി എടുക്കാം. പക്ഷേ 15 ദിവസത്തിന് ശേഷം മാത്രമേ ഇത് തുറന്ന് മണ്ണിലേക്ക് ഇത് വേസ്റ്റ് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ അടുത്ത ബക്കറ്റിൽ നമ്മളിത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും വേസ്റ്റ് ഇടുന്നത്. അങ്ങനെ ഈ പ്രോസസ്സ് തുടർന്നുകൊണ്ടേയിരിക്കാം. നമുക്ക് സ്മെല്ലുമില്ല, വീട്ടിന് പരിസരത്തൊന്നും ഒരു സ്മെല്ലുമില്ല. നമുക്ക് വേസ്റ്റ് എല്ലാം അഴുകി കമ്പോസ്റ്റാക്കി കിട്ടുകയും ചെയ്യും. ഇത് എന്നതിന് ശേഷം നമ്മളിപ്പോൾ ഈ ഡ്രൈ വേസ്റ്റ് അങ്ങനെ നമ്മൾ എടുത്ത് വയ്ക്കുന്ന സമയത്ത്, കുറച്ച് ഒരു ഭാഗത്ത് നിരത്തുന്ന സമയത്ത്, വെയിലത്ത് ഇടുന്ന സമയത്ത് ഇത് നന്നായിട്ട് ഡ്രൈ ആവും. ഡ്രൈ ആവുന്ന സമയത്ത് നമുക്ക് മണ്ണിലിട്ട് കൊടുക്കാനും പറ്റും. അത് കുറച്ച് വലിയ വലിയ മരങ്ങളുടെ താഴെയാണെങ്കിൽ ഇട്ട് കൊടുക്കാം. ചെറിയ ചെടികൾക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റില്ല. ഇത് കൂടുതലത് കമ്പോസ്റ്റ് ആവണമല്ലോ. ഈ സ്ലറി നമ്മൾ ഈ ബക്കറ്റിലേക്ക് എടുത്ത ശേഷം ഇത് നമ്മളൊരു കുപ്പിയിലേക്ക് ആക്കി വയ്ക്കുക. അപ്പോൾ നമുക്കിങ്ങനെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് വേണമെങ്കിൽ ചെടികൾക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. ഒരു ഫണൽ ഉപയോഗിച്ച് ഒഴിക്കുകയും ചെയ്യാം. ഞാൻ എളുപ്പത്തിന് വേണ്ടി പെട്ടെന്ന് ചെയ്യുന്ന വീഡിയോന് വേണ്ടിയിട്ട് ചെയ്തതാണ് ഇങ്ങനെ. ഒരു ഫണൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് കുപ്പിയിലേക്ക് ആക്കാൻ പറ്റും. കഴിയുന്നതും ഈ ജോലികളെല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മൾ കയ്യിൽ ഗ്ലൗസ് ഉപയോഗിച്ച് ചെയ്യുക. എന്താ വെച്ചാൽ ബാക്ടീരിയലായിട്ട് എന്തെങ്കിലും നമ്മൾക്ക് കയ്യിൽ ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് കയ്യിൽ നിന്നും ഒരു ഗ്ലൗസ് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. അങ്ങനെ നമ്മളത് ബോട്ടിലാക്കി. ഇത്രയും സ്ലറിയാണ് ഇപ്പോൾ കിട്ടിയത്. അത് ഇടയ്ക്കിടയ്ക്കായിട്ട് നമ്മളിത് കിട്ടും എന്നാണത് പറയുന്നത്. നമ്മൾക്ക് ഈ വേസ്റ്റ് ഇടുന്നത് പോലെ തന്നെ അതിനനുസരിച്ച് സ്ലറി കിട്ടും. ഇടയ്ക്കിടയ്ക്കായിട്ട് എടുത്തിട്ട് നമുക്ക് കുപ്പിയിൽ സൂക്ഷിക്കാം. ഇത് നമ്മൾ ഒരു 5 ml, ഇത് ചെറിയ അടപ്പായതുകൊണ്ട് കുറച്ച് കൂടുതലും കൂടെ ഞാൻ എടുത്തു എന്ന് മാത്രം. ഒരു 5 ml 1 ലിറ്റർ വെള്ളത്തിലാണ് ഇത് മിക്സ് ചെയ്യുന്നത്, ഡൈല്യൂട്ട് ചെയ്യുന്നത്. ഈ ബോട്ടിൽ 1 ലിറ്ററിൻ്റെ ബോട്ടിലാണ്. അപ്പോൾ അതിൽ നമ്മൾ വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ടാക്കിയതിന് ശേഷമാണ് നമ്മളിത് ചെടികൾക്കെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്.
ഡൈല്യൂട്ട് ആക്കിയ ശേഷം നമ്മളിത് സ്പ്രേ ചെയ്യുന്നത് ഒരു 15 ദിവസം കൂടുമ്പോൾ മതി. അതായത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞ ശേഷം അടുത്തായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അതായത് പൂക്കൾ ഉണ്ടാവാനും നല്ല പോലെ ഇലകളെല്ലാം നല്ല പുഷ്ടിപ്പോടെ ഇരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്, മുരടിപ്പ്, ഇലകളിലുള്ള മുരടിപ്പ് അതെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. ഇത് നല്ല ഗുണമുണ്ടായിട്ടുണ്ട് നമുക്ക്. ഇതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് പൂക്കാത്ത ചെടികൾക്കാണെങ്കിൽ പൂക്കൾ ഉണ്ടാകുന്നതിനും മൊട്ടുണ്ടാകുന്നതിനും ഉടനെ തന്നെ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം തന്നെ അതിന് ഗുണം ഉണ്ടാവണമെന്നില്ല. കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യണം, നമുക്കതിന് ഗുണമുണ്ടാവും. ഏത് ചെടി, പൂക്കുന്ന ചെടികൾക്കാണെങ്കിൽ എളുപ്പം മൊട്ടിടാനും പൂക്കളുണ്ടാവാനും അതേപോലെ തന്നെ ആരോഗ്യത്തോടെ ഇരിക്കാനും നല്ല ഗുണമുള്ളതാണ് ഈ സ്ലറി. അതായത് എല്ലാ വെജിറ്റബിൾസിൻ്റെയും കൂടെയുള്ള വേസ്റ്റാണല്ലോ ഇതിൽ അടങ്ങിയിരിക്കുന്നത്. നമ്മൾ മുട്ടയുടെയാണെങ്കിലും ഇപ്പോൾ റോസിൻ്റെ ചെടികൾക്കാണെങ്കിൽ മുട്ടത്തോട് ഇട്ട് കൊടുക്കാറുണ്ടല്ലോ, ചായച്ചണ്ടിയും മുട്ടത്തോട് ഇട്ട് കൊടുക്കുന്നത് പോലെ തന്നെ ഇത് സ്പ്രേ ചെയ്യുമ്പോൾ ഇലകളിലൂടെ ഇത് വലിച്ചെടുത്ത് അതിന് വേണ്ട, ചെടിക്ക് വേണ്ട പോഷകങ്ങൾ അത് എടുക്കുന്നു. അത് വെയിലുള്ള സമയത്ത് സ്പ്രേ ചെയ്യരുത്. ഇത് വൈകിട്ടാണ് ഇത് ചെയ്യേണ്ടത്. വൈകിട്ട് സന്ധ്യാസമയത്തോ അല്ലെങ്കിൽ രാവിലെ ഏർലി മോർണിംഗ്, നേരത്തെ ആണെങ്കിൽ കൂടുതൽ ഗുണം. ഇതിപ്പോൾ നിങ്ങൾക്ക് വീഡിയോന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് വെളിച്ചമുള്ള സമയത്താണ് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് വൈകിട്ട് നല്ല പോലെ സൂര്യൻ അസ്തമിച്ച ശേഷം നിങ്ങളത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പൂക്കൾക്ക് വേണ്ടിയിട്ട് ഇതത്രയും ഗുണം ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ പച്ചക്കറികളിലാണെങ്കിലും മുളക് ചെടികളാണെങ്കിൽ അതിനെല്ലാം നല്ല കായ ഉണ്ടാകാനായിട്ട്, പൂക്കളില്ലെങ്കിൽ പൂക്കൾ ഉണ്ടാവാനായിട്ട് നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ തക്കാളി ചെടിയാണെങ്കിൽ അതിലും സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ബൊക്കാഷി ബക്കറ്റിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ നിങ്ങളുടെ കമൻസ് എല്ലാം അറിയിക്കുക. മാക്സിമം പേർക്ക് ഷെയർ ചെയ്യുക. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ.